എല്ലാവർക്കും നമസ്കാരം. ഫാമിലി എന്ന വാക്കിന്റെ അകത്ത് പണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയതിനനുസരിച്ച് ആ ഡെഫിനിഷനും മാറി തുടങ്ങി. സാധാ സിമ്മിൽ നിന്ന് നാനോ സിമ്മിലോട്ട് മാറിയ നമ്മൾ മെഗാ കുടുംബത്തിൽ നിന്നും നാനോ കുടുംബത്തിന്റെ കൾച്ചറിലേക്ക് മാറി. പക്ഷെ ഈ മാറ്റത്തിന്റെ ഇടയ്ക്ക് അറിയാതെ മുറിഞ്ഞു പോയൊരു കാറ്റഗറി ഉണ്ട്. അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥയുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. ഒരിക്കലൊരു കുടുംബം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. ഗ്രാൻഡ് ഫാദറും മകനും അവന്റെ വൈഫും പിന്നെ ഒരു പേരക്കുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഇത്. അന്ന് കഴിക്കാൻ സൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. വയസ്സ് നന്നേ ചെന്ന നമ്മുടെ അപ്പച്ചന് സ്പൂൺ പിടിക്കാൻ പോലും ശേഷിയില്ലായിരുന്നു. ഓരോ വായും അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് കഴിച്ചത്. കുടിക്കുമ്പോൾ അദ്ദേഹം വല്ലാത്തൊരു സൗണ്ട് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് കയ്യിൽ നിന്ന് കുറച്ച് താഴെ വീണുപോയി. കുടിക്കാൻ വെള്ളം എടുത്തപ്പോ കൈ തട്ടി ഗ്ലാസ് താഴെ വീണ് പൊട്ടി. ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഭാര്യയുടെ മുഖത്ത് ദേഷ്യം വല്ലാതെ തന്നെ കാണാൻ പറ്റുമായിരുന്നു. വൃത്തിയും വെടിപ്പും അല്പം കൂടുതലുള്ള ഒരു പാർട്ടിയായിരുന്നു അവൾ. ഉടനെ തന്റെ ഹസ്ബൻഡ് അടുത്ത് അവൾ പറഞ്ഞു, യു ഷുഡ് റിയലി ഡു സംതിങ് അബൌട്ട് യുവർ ഡാഡ്. എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായി കാര്യങ്ങൾ. മകൻ ഉടനെ എണ്ണീറ്റ് അച്ഛനെ അടുക്കളയിൽ മാറ്റിയിട്ടിരുന്ന ഒരു ടേബിളിൽ കൊണ്ടുപോയി ഇരുത്തി. ഒരു വുഡൻ ബൗളിൽ സൂപ്പ് എടുത്ത് അവിടെ വെച്ചിട്ട് ഇങ്ങി പോന്നു. ആ അപ്പന് തന്റെ മകൻ ചെയ്തത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരേ വീട്ടിൽ തന്നെ താൻ ഒരു ശല്യമായി മാറി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഓരോ വാ സൂപ്പ് കുടിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആ കൊച്ചുമകൻ അവിടെ ഇരുന്ന് കണ്ടു. അടുത്ത ദിവസം ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നമ്മുടെ കൊച്ചുമകൻ വാസ് ബിസി സെർച്ചിങ് ഫോർ സംതിങ്. അവന്റെ അമ്മയും അപ്പനും അവന്റെ അടുത്ത് നിന്നിട്ട് എന്താ തപ്പുന്നതെന്ന് ചോദിച്ചു. അതിനവൻ മറുപടി പറഞ്ഞത്, ഐ ആം ലുക്കിംഗ് ഫോർ വുഡൻ ബൗൾസ് ടു സെർവ് ഫുഡ് ഫോർ യു വെൻ യു ബിക്കം ഓൾഡ്. അത് കേട്ടപ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സൊന്ന് പിടഞ്ഞു. ആ മകന് തന്റെ തെറ്റ് ബോധ്യമായി. ഓടിച്ചെന്ന് അടുക്കളയിലിരുന്ന് കഴിക്കുന്ന തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. എന്നിട്ട് തന്റെ കുടുംബത്തോടൊപ്പം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നു. നമ്മൾ എത്ര വളർന്നാലും നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ ഈ നിലയിൽ ആയത് തന്നെ അവര് കാരണമാണ്. Press pause and spend time with the ones who took care of you. Have a good day.